കുവൈറ്റിലെ ലക്ഷ്യമാക്കി വരുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നേരിടുന്നുണ്ടെന്ന് കുവൈറ്റ് ആർമി ജനറൽ സ്റ്റാഫ് സ്ഥിരീകരിച്ചു. രാജ്യത്തുടനീളം മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. നിലവിൽ കേൾക്കുന്ന സ്ഫോടന ശബ്ദങ്ങൾ ശത്രുക്കളുടെ മിസൈലുകളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടയുന്നതിന്റെ ഫലമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. കൂടാതെ ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇന്നലെയും കുവൈറ്റിലെ ഊർജ്ജജല പ്ലാന്റിന് നേരെ ഇറാൻ രണ്ടാമതും ആക്രമണം നടത്തിയതിനെ തുടർന്ന് രാജ്യത്തുടനീളം വെള്ളത്തിന് ആവശ്യം വർദ്ധിച്ചു. സംഘർഷം വീണ്ടും രൂക്ഷമായാൽ അവശ്യ സാധനങ്ങൾ കിട്ടാതാകുമെന്ന ആശങ്കയും ജനങ്ങളിൽ ഉടലെടുത്തിട്ടുണ്ട്. അതേസമയം ഇറാന്റെ വ്യോമസേനയും നാവികസേനയും ഭൂരിഭാഗം മിസൈൽ ശേഷിയും തകർത്തുവെന്നും അവരുടെ ആയുധ നിർമ്മാണ ശേഷിയുടെ 84% അമേരിക്കൻ സൈന്യം ഇല്ലാതാക്കിയെന്നുമാണ് US പ്രസിഡന്റ് അവകാശപ്പെടുന്നത്. ഈ പ്രഖ്യാപനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് എയർബേസുകൾക്ക് നേരെ ഇറാന്റെ മാരകമായ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത്. US സൈനികർക്ക് പരിക്കേൽക്കുകയും നിരവധി അമേരിക്കൻ ഇന്ധന വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്ത ഈ ആക്രമണം പ്രതിരോധ വിദഗ്ധരെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. കടുത്ത ബോംബാക്രമണങ്ങളെ അതിജീവിച്ച് ഇറാൻ ഇപ്പോഴും ശക്തമായ തിരിച്ചടി നൽകുന്നത് എങ്ങനെയാണെന്നതിന്റെ തന്ത്രപ്രധാനമായ ചില കാരണങ്ങളുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണ ശേഷിയുടെ ഏറ്റവും വലിയ രഹസ്യം അവരുടെ അതീവ സുരക്ഷിതമായ ഭൂഗർഭ സൈനിക താവളങ്ങളാണ്. ടെഹ്റാന്റെ തെക്കുള്ള പിക് ആക്സ് മൗണ്ടൻ ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. നൂറുകണക്കിന് മീറ്റർ ഉയരമുള്ള കരിങ്കൽ മലകൾക്കുള്ളിലേക്ക് ആഴത്തിൽ തുറന്നുണ്ടാക്കിയ 2 കൂറ്റൻ ടണൽ കോംപ്ലക്സുകളാണ് ഇവിടെയുള്ളത്. ബങ്കർ തകർക്കാൻ ശേഷിയുള്ള US-ന്റെ ഏറ്റവും മാരകമായ ബോംബുകൾക്ക് പോലും പൂർണ്ണമായും തകർക്കാൻ കഴിയാത്ത വിധം അതീവ സുരക്ഷിതമായാണ് ഈ ഭൂഗർഭ കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ അതീവ രഹസ്യമായി പ്രഖ്യാപിക്കപ്പെടാത്ത യുറേനിയം സമ്പുഷ്ടീകരണവും മിസൈൽ നിർമ്മാണവും നടക്കുന്നുണ്ടെന്നായിരുന്നു പ്രതിരോധ വിദഗ്ധരുടെ ആരോപണം. ഇറാന്റെ മറ്റൊരു കരുത്ത് അവരുടെ ആണവ വ്യവസായ ശൃംഖല രാജ്യം മുഴുവൻ വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രധാന സ്റ്റീൽ പ്ലാന്റുകൾ, പവർ പ്ലാന്റുകൾ, അരാക്കിലെ ഹെവി വാട്ടർ കോംപ്ലക്സ്, അർദാഖാനിലെ പ്രൊഡക്ഷൻ പ്ലാന്റ് എന്നിവ നേരെ കടുത്ത ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനത്തെയോ സൈനിക നീക്കങ്ങളെയോ അത് പൂർണ്ണമായി നിശ്ചലമാക്കിയിട്ടില്ല. ഒരു കേന്ദ്രം തകർന്നാലും മറ്റൊരു കേന്ദ്രത്തിലൂടെ ഉൽപാദനവും സൈനിക ഏകോപനവും തുടരാൻ ഇറാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലനിരകൾക്കുള്ളിലെ ഭൂഗർഭ താവളങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ മിസൈൽ കരുത്തിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് കഠിനമാണ്. അമേരിക്കൻ ഇസ്രായേൽ താൽപര്യങ്ങളുള്ള വ്യവസായ കേന്ദ്രങ്ങൾ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് അവിടെ നിന്ന് ഉടനടി മാറാൻ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇത് വരാനിരിക്കുന്ന വലിയൊരു പ്രത്യാക്രമണത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന് മറുപടി ഇറാന്റെ അതീവ സുരക്ഷിതമായ പിക് ആക്സ് മൗണ്ടൻ ആണവ നിലയം ആക്രമിച്ച് തകർക്കുമെന്ന പുതിയ ഭീഷണിയുമായി ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. ഇരുവിഭാഗവും കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നതോടെ പശ്ചിമേഷ്യൻ യുദ്ധഭൂമി വരും ദിവസങ്ങളിൽ കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് രാജ്യാന്തര സമൂഹം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.